നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തംകുളം. സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ചാത്തംകുളം ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാനാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് ഹൗ ടു സെൽ മൈ പ്ലോട്ട് എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഭൂമിയിലെ ഏറ്റവും വലിയ നിക്ഷേപമാണ് ഭൂമി തന്നെയാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഒന്നുകിൽ അവരെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഭൂമി വിൽക്കാനുണ്ടാവും പ്ലോട്ടായിട്ട്, അല്ലെങ്കിലോ ചിലപ്പോൾ പ്ലോട്ട് വാങ്ങിയിട്ട് നല്ല കാലത്ത് നല്ല സമ്പാദ്യമുള്ള സമയത്ത് 2-3-4 പ്ലോട്ട് വാങ്ങി ഇനി അത് വിൽക്കുക എന്ന് പറയുമ്പോൾ നല്ല വില കിട്ടണമെന്നുള്ള ഒരു പൊസിഷനിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലിക്വിഡിറ്റി വേഗം വിൽക്കുക എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് കഴിഞ്ഞോളുന്നില്ല. അപ്പോൾ അതിന് നമുക്ക് സാധാരണ ഇപ്പോൾ വിൽക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് കൺവെൻഷൻ മെത്തേഡായിട്ട് വല്ല ബ്രോക്കർമാരെടുത്ത് പറയാം, അല്ലെങ്കിൽ വല്ല പത്രത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടി മുകളിലേക്ക് ചിന്തിക്കേണ്ട വല്ല OLX-ലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അങ്ങനെയൊക്കെ ഇടാം, അല്ലെങ്കിൽ ഇന്ത്യ പ്രോപ്പർട്ടി മാജിക് അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഇടാം. സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ഇടുമ്പോൾ അവിടെ ഒരു പോരായ്മ ഞങ്ങൾ കണ്ടിരിക്കുന്നത് എന്താണെന്ന് പറയാം, ഇത് വീടാണ് ഈ പ്ലോട്ടുകളാണ്. വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഈ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മുടെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ സാധനം വാങ്ങിക്കുന്ന പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇത് വാങ്ങിക്കുന്ന ആളുകളും ജീവിതത്തിൽ ഒരിക്കലോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ പ്ലോട്ടുകൾ വാങ്ങുള്ളൂ, അല്ലെങ്കിൽ 4-5. ദാറ്റ് മീൻസ് കുറവാണെന്ന് അർത്ഥം, ഫ്രീക്വൻ്റ് അല്ല എന്നർത്ഥം. വിൽക്കുന്നവരും അതേപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധാരണ ആളുകൾക്ക് കൂടുതൽ ആളുകൾക്കും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ നമ്മൾ OLX-ൽ ഇട്ടാലൊന്നും പോകാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അതിൻ്റെ അകത്ത് ചില ആളുകൾ വരുമ്പോൾ ഡോക്യുമെൻ്റ് ചോദിക്കും, ആധാരം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ആ ചലഞ്ച്, ആ ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ചാത്തംകുളം ഗ്രൂപ്പ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഞങ്ങളുടേതായിട്ടുള്ള ഒറിജിനൽ പ്ലാറ്റ്ഫോമാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞാൽ. അത് വീട് കെട്ടാനുള്ള, വീടോ അപ്പാർട്ട്മെൻറ്റോ ആളുകൾ കെട്ടാനാണ്. അപ്പോൾ അതേ വീടോ അപ്പാർട്ട്മെൻറ്റ് ആളുകൾ കെട്ടുന്ന ആളുകൾക്ക് എന്ത് വേണം? പ്ലോട്ട് വാങ്ങിയിട്ടല്ലേ അല്ലെങ്കിൽ വീടോ അപ്പാർട്ട്മെൻറ്റ് കെട്ടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീടോ ഫ്ലാറ്റുകൾ കെട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പ്ലോട്ടുകൾ ഇതിൻ്റെ അകത്ത്, ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാനുള്ള സംവിധാനത്തിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി അതിൽ കിട്ടുന്ന ഗുണം, അതായത് വിൽക്കുന്ന ആളുകൾക്കും വാങ്ങിക്കുന്ന ആളുകൾക്കും, പ്ലോട്ട് വിൽക്കുന്ന ഉടമയ്ക്കും വാങ്ങിക്കുന്ന ക്ലയൻറ്റിനും എന്താണ് ഗുണം കിട്ടുക, അതെങ്ങനെയാണ് അതിൻ്റെ ഗുണം എന്ന് ഞാനിപ്പോൾ സൂചിപ്പിച്ചു തരാം. അതായത് ഇത് കഴിഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് വരുന്നുണ്ട്. ഒരു ലീഗൽ ഒപ്പീനിയൻ എന്താണ്, ഒരു പ്ലോട്ട് വിൽക്കണമെങ്കിൽ അത് ഏതൊക്കെ രൂപത്തിലാക്കി വെക്കണം, ഇതൊക്കെ വേറെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് അതിൻ്റെ ആ ബെനിഫിറ്റ്സ് ആണ് രണ്ട് കൂട്ടർക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ 1 ലക്ഷം രൂപ ഒരു സെൻറ്റ് വരുന്ന സ്ഥലം നിൽക്കുക, അത് 1, 2, 3, 10 എത്ര വേണമെയാവാം. ഞാൻ എക്സാമ്പിളാണ് പറയും. 1 ലക്ഷം രൂപയ്ക്ക് ഒരു പ്ലോട്ട് ഓണർ ഒരു സെൻറ്റ് സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ അവിടെ ഈ ബ്രോക്കേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ 99% ആളുകളും അത് ഇടിച്ച് വില കമ്മിയാക്കി ചോദിച്ച് വീണ്ടും അത് 90-95 ആയിരിക്കും വിൽക്കുക. ബ്രോക്കറേജൊക്കെ അതിൻ്റെ ഒന്ന് കട്ടായി പോവുകയും ചെയ്യും. അതൊക്കെ വിടുക, അതൊന്നും പോകില്ല എന്ന് ഇരിക്കുക. 1 ലക്ഷം രൂപയ്ക്ക് ആ സാധനം വിറ്റു. ഒരാളത് വാങ്ങി, അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു, ചെറിയ അല്ലറ ചില്ലറ ഡെവലപ്മെൻറ്റുകളൊക്കെ നടത്തി അയാൾ തിരിച്ചു വെക്കുമ്പോൾ അത് 1 ലക്ഷം രൂപ പെർ സെൻറ്റ് മുതൽ 1,30,000 രൂപ ഏറ്റവും മിനിമം കോസ്റ്റ്. ബിക്കോസ് അയാൾ പൈസ ഇറക്കി, അയാൾക്ക് മെച്ചം വേണം. നേരെ 1,30,000 രൂപയെങ്കിൽ മിനിമം അയാൾ പറയും വിൽക്കുമ്പോൾ 1,30,000 മുതൽ 2 ലക്ഷം രൂപ വരെ ആയിരിക്കും ഒരു വിൽക്കുന്ന പ്രൈസ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു ക്ലയൻറ്റ് യഥാർത്ഥത്തിൽ ഒരു വീട് വയ്ക്കാൻ വരുന്ന ഒരു സാധാരണക്കാരൻ, ലോണൊക്കെ റെഡിയാക്കി വരുന്ന ഒരു വീട് വയ്ക്കാൻ പറ്റുന്നവരോ അല്ലെങ്കിൽ ഫ്ലാറ്റ് കെട്ടാൻ പറ്റുന്നവരോ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥലം കിട്ടണമെങ്കിൽ ഈ 1,30,000 മുതൽ 2 ലക്ഷം രൂപ വരെ കോസ്റ്റ് കൊടുക്കണം. അപ്പോൾ സത്യത്തിൽ യഥാർത്ഥ ഉടമയ്ക്ക് പൈസ കുറവാണ് കിട്ടിയത്, വാങ്ങിക്കുന്ന ആളുകൾക്ക് കൂടുതലും കിട്ടുന്നതായിട്ട് വരികയാണ്. ബിക്കോസ് അവിടെ കുറേ അനാവശ്യമായിട്ടുള്ള പൈസകൾ അതിൻ്റെയൊക്കെ അവിടെ ചിലവായി പോകുന്ന സിറ്റുവേഷൻ. ഈ ചലഞ്ച് ഞങ്ങളുടെ ടീം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ആണ് വീടുകൾ കെട്ടുന്ന ഞങ്ങളുടെ മെത്തേഡും എല്ലാം ഡയറക്റ്റ് സോഴ്സിങ് സിസ്റ്റമാണ്. അതായത് മാനുഫാക്ചറിൽ നിന്ന് ഡയറക്റ്റ് ക്ലയൻറ്റിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, കൺസൾട്ടൻസി സർവീസ് കൊടുക്കുമ്പോൾ, വർക്കറിൻ്റെ സർവീസ് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടുകയും അതുവഴി 10%ഓളം സേവ് ചെയ്തുകൊണ്ട് ക്ലയൻസിന് അവരുടെ ഡ്രീം ഹോം കെട്ടിയെടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ വീട് കെട്ടുന്ന വർക്ക് ചെയ്യുന്നത്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഈ 1 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന ആളുകൾക്ക്, നേരത്തെ വിറ്റു പറയുന്ന ആൾക്ക് 1 ലക്ഷത്തി നമ്മുടെ സിസ്റ്റം പ്രകാരം 1,13,000 രൂപ ഈസി ആയിട്ട് കോട്ട് ചെയ്യാം സിസ്റ്റത്തിൻ്റെ അകത്ത്, റൈറ്റ്. വാങ്ങിക്കാൻ വരുന്ന ആൾക്കോ സാധാരണ രീതിയിൽ കൺവെൻഷണൽ മെത്തേഡിൽ പോകുമ്പോൾ 1,30,000 രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ വരെ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ് ഉണ്ടാവുക, റൈറ്റ്. അതിന് പകരം ഇതിൻ്റെ അകത്ത് 1,13,000 രൂപ മാത്രം. അപ്പോൾ 1,30,000 രൂപയെന്ന് നോക്കി ഏറ്റവും ലോവർ കോസ്റ്റാണ് കൺവെൻഷണൽ മെത്തേഡിലെങ്കിലും അവർക്ക് 17,000 രൂപ ഒരു സെൻറ്റിന് ലാഭം കിട്ടി. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടല്ലോ കാര്യങ്ങൾ, റൈറ്റ്. അതേപോലെ വിൽക്കുന്ന ആൾക്കോ 1,13,000 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 8% ഞങ്ങളുടെ പൈസ എടുക്കുന്നത് ഞങ്ങളാകെ. അതായത് 3% ഫോർ ആഡും 5% ഫോർ CDPPMC ചാർജസ്. CDPPMC എന്ന് പറഞ്ഞാൽ ചാത്തംകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ചാർജസ്, അതാണ് 5%. അതുമാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടെ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ 8% ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഈ പ്ലോട്ട് ഓണർ കിട്ടുന്നത് 1,05,000 രൂപ കിട്ടും. മനസ്സിലായോ ലോജിക്ക്?
അപ്പോൾ പ്ലോട്ട് ഓണർക്ക് സാധാരണ കിട്ടുന്ന 1 ലക്ഷം രൂപയിലേക്കാളും വളരെ പ്രോംപ്റ്റും കറക്റ്റുമായിട്ട് ഒരു എഗ്രിമെൻറ്റോ ഫ്ലോപ്പോ അല്ലെങ്കിൽ ഒരു കേസോ ഒരു ഡിസ്പ്യൂട്ട് അങ്ങനെ ഒന്നും പോകാതെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വഴി കൂടെ അദ്ദേഹത്തിന് തന്നെ ലിസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് തന്നെ നോക്കി വാച്ച് ചെയ്ത് അദ്ദേഹത്തിന് 1,05,000 രൂപയ്ക്ക് കൂട്ടി വെക്കാം. ക്ലിയർ റൈറ്റ്? അതേപോലെ വാങ്ങിക്കുന്ന ആളുകൾക്കോ ഈ 1.30 മുതൽ 2 ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങിക്കേണ്ടതിന് പകരം വെറും 1,13,000 രൂപയ്ക്ക് ആ സ്ഥലം കിട്ടാൻ സാധിക്കും. ക്ലിയർ? ഇതിൻ്റെ ലോജിക്ക് മനസ്സിലായല്ലോ. അതായത് ഡയറക്റ്റ് സോഴ്സിങ് മെത്തേഡ് എന്നുള്ളതാണ് ഇതിന് ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള മെത്തേഡ്. അപ്പോൾ ഈ ഡയറക്റ്റ് സോഴ്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഹിഡൻ ചാർജസ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഒഴിവായി ഡയറക്റ്റ് യഥാർത്ഥ ഓണർന്ന് പ്ലോട്ട് ഓണർന്ന് യഥാർത്ഥത്തിൽ ആളുകളിലേക്ക് പോകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കൂടുതൽ വീടുകൾ വരാനും കൂടുതൽ സ്ഥലങ്ങൾ വരാനും നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഡ്രീം ആയിട്ടുള്ള വീട് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് 10% സേവ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ബിൽഡ് ചെയ്യാൻ നമ്മളെ പ്ലോട്ട് വാങ്ങിക്കാനും എല്ലാത്തിനും സഹായിക്കും. കൂടാതെ പ്ലോട്ട് വിൽക്കുന്ന ആളുകൾക്കോ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ബയേഴ്സിനെ കണ്ടെത്തി വളരെ ജെന്യൂൻ ആയിട്ടുള്ള പ്രോസസ്സ് ഹെഡേക്ക് ഇല്ലാതെ നടത്തുവാൻ സാധിക്കും. ക്ലിയർ ആയോ? ഒപ്പം ചില ആളുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് നന്നായി ചെയ്യുക, കുറച്ച് പൈസ റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ എന്താണ് വളരെ സേഫ് അല്ലേ, വേറൊരു കാര്യത്തിന് വല്ല ഗോൾഡ് മാരി ആരും എടുത്തിട്ട് ഓടില്ല, മറ്റേ ഷെയർ മാർക്കറ്റോ അല്ലെങ്കിൽ വല്ല വേറെ വല്ല പോലെ ഡൗൺ ആവാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. അപ്പം അങ്ങനെ വളരെ സോളിഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റിൽ ആകെയുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് വിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വിൽക്കാനോ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എങ്കിൽ അത് ലിക്വിഡൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യവും ഇതിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ പൈസയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, എവിടെയെങ്കിലും വല്ല എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സ്ഥലം കൂടുതൽ പ്ലോട്ടുകൾ വാങ്ങി അവർ ലേ ഔട്ട് ചെയ്ത് പ്ലോട്ടൊക്കെ ആക്കി നമുക്ക് നീറ്റ് അതിനൊക്കെ ഞങ്ങൾക്ക് സർവീസ് ഉണ്ട്, സിസ്റ്റം ഉണ്ട്. ലേ ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ പ്ലോട്ട് അവർ മനസ്സിൽ അവർക്ക് ഒരു ഹഡിൽസും ഇല്ലാതെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ പ്ലോട്ടുകൾ ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ലിസ്റ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ ആളുകൾ അത് കൃത്യമായിട്ട് വിൽക്കുമ്പോൾ അവരുടെ പൈസ ആ ഓണറിൻ്റെ പ്ലോട്ട് ഓണറിൻ്റെ അക്കൗണ്ടിലേക്ക് പോകുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എല്ലാവരും സഹായിക്കുന്ന, ബിക്കോസ് പ്ലോട്ട് ഓണർക്ക് നല്ല പൈസ കിട്ടാനും നല്ല വില കിട്ടാനും ഒപ്പം വാങ്ങിക്കുന്ന ആളുകൾക്ക് വളരെ കുറച്ച് സ്ഥലം വാങ്ങിക്കുവാനും കിട്ടാവുന്ന ഒരു മോഡലിൻ്റെ കൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി അടുത്തത് എങ്ങനെ അത് സെല്ല് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് വേണമെന്നുള്ള അടുത്ത വീഡിയോ വരുന്നുണ്ടാവും, എന്താണ് ലീഗൽ ഒപ്പീനിയൻ വരുന്നുണ്ടാവും, എന്താണ് ടെക്നിക്കൽ ഒപ്പീനിയൻ എന്നെല്ലാം വേറെ വീഡിയോകളായിട്ട് വരും. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ അകത്ത് ഇതിനൊരു താല്പര്യം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഒപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന ആളുകൾക്ക് വല്ല പ്ലോട്ട് വെക്കുന്ന ആളുകളോ വെക്കണമെന്നുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വല്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൻ്റെ അകത്ത് ഈ സോളിഡായിട്ട് ഇറങ്ങണം എന്നുള്ള ആളുകളോ അല്ലെങ്കിൽ പ്ലോട്ട് ലേഔട്ടോ അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്തിട്ട് വിൽക്കണമെന്നുള്ള ലാൻഡ് ഓണേഴ്സിനെയോ ആരെങ്കിലും അറിയുകയാണെങ്കിൽ അവർക്കത് കുടുംബത്തിന് വളരെ ഹോണസ്റ്റ് ആയിട്ടൊരു മെത്തേഡാണ് ഉപയോഗപ്പെടുന്നത് നിങ്ങൾക്കും ബോധ്യമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോരെങ്കിൽ ഞങ്ങളുടെ സ്ഥലങ്ങൾ അതുപോലെ ചെയ്തൊക്കെ നിറയാനുണ്ട്, അത് വന്ന് കണ്ട് നിങ്ങൾക്ക് ബോധ്യമാവുകയാണെങ്കിൽ കൈൻഡ്ലി ഇത് ഷെയർ ചെയ്യുക, ഇത് കാണാൻ പറയുക. ലെറ്റ് ദം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.